ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കിഴി ഫ്രൈ ആണ്. നമ്മൾ ഈ ചെയ്യുന്ന സ്നാക്കിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കിഴിയുടെ മോഡലാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഫില്ലിങ്ങുമാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ചിക്കൻ കിഴി ഫ്രൈ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിതവിടെ 1.25 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിനാണ് കേട്ടോ 1.25 കപ്പ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആ ഉപ്പ് എല്ലാ വശത്തേക്കൊന്നും ആവാൻ വേണ്ടിയിട്ട്. നമുക്കിതിനെ കുഴച്ചിട്ട് എടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഈ കുഴച്ചെടുക്കുന്ന വെള്ളം ചെറുതായി ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുതായി ചൂടായിട്ടുള്ള വെള്ളം കൊണ്ടാണ് കുഴച്ചെടുക്കുന്നതിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പം നമ്മുടെ കയ്യിൽ ഒരു ഇത്തിരി ഓയിലാക്കി കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നതങ്ങ് ഒഴിവായി കിട്ടിക്കോളും. അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അതിനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഫ്രൈ ആയിട്ട് ചെയ്തിട്ട് വരുമ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്കൊരു 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ചേർത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിതിലേക്കുള്ള ചിക്കനൊക്കെ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മുടെ സവാള വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ പേസ്റ്റ് ആക്കി ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു സമയം നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ്. ഒരു 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി നിങ്ങൾ ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്തിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഗരം മസാല പൗഡർ. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ എരിവ് ഞാനിവിടെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്, കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആവും കേട്ടോ ആ ഒരു ഫില്ലിങ്. നമ്മളിതിനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്കൊരു സമയം വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഓയിൽ കുറവാണ്, പക്ഷേ ഞാൻ ഒഴിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതിലേക്ക് ഈ ഒരു സമയം കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അടുത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ ആദ്യം ഒന്ന് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഓയിലൊന്ന് വഴറ്റിയെടുക്കുക കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, ഒരു ഇത്തിരി കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒക്കെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടികൾ മാത്രം ചേർത്തിട്ട് വേവിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് വഴറ്റിയെടുക്കുക കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ചിക്കനും കൂടെ ചേർത്തിട്ട് നമ്മളെ ഒരു സവാളയായിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വളരെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ഫൈനലായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കീഴിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ചിക്കൻ്റെ ഫില്ലിങ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഴച്ച് വെച്ചിട്ട് നമ്മൾ പിടിച്ച് വെക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പത്തിരികളായിട്ടാണ് പരത്തിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് ചെയ്യുന്നത് കുറച്ച് നന്നാക്കി വലുതാക്കി പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ.
ഞാനിതിനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഒന്നിനെ നന്നായിട്ട് തന്നെ തിന്നായി പരത്തിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതിനെ നല്ലപോലെ തിന്നായിട്ട് പരത്തിയിട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നതിനേക്കാളും കനം കുറഞ്ഞിട്ട് വേണം കേട്ടോ. ഇത് ഇത്രയും കനം കുറഞ്ഞിട്ട് വേണം നമ്മളിതിനെ പരത്തിയിട്ട് എടുക്കാൻ. എന്നതിന് ശേഷം ഞാനിതിനെ ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അങ്ങനെയുള്ള എന്ത് വെച്ചിട്ടും വേണേലും ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുന്നതാണ് സുഖമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം. ഏതാണോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല തിന്നായി പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗത്തിൽ നിന്നും 4 പത്തിരി കിട്ടും കേട്ടോ. ഒരേ സൈസിലുള്ള 4 പത്തിരി കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കിഴിയൊക്കെ ഒരേ സൈസായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഇനി നമ്മൾ അടുത്ത് പരത്തുമ്പം അതിൻ്റെ കൂടെ അങ്ങ് പരത്തിയാൽ മതി. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണേ അത്. കാരണം നമ്മൾ പൊടിയൊക്കെ വെച്ച് പരത്തിയോണ്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ വെച്ചിട്ട് ഇതെല്ലാം തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ 2 എണ്ണം കാണിക്കും. ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് ചെയ്യും. കാരണം നമ്മളിങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം പെട്ടെന്ന് പരത്തിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഇനി നമുക്കിതിനെ എങ്ങനെയാണ് കിഴിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതുപോലെ ഒരു പത്തിരി എടുക്കാം. ഇതിലേക്ക് വേണ്ടി കെട്ടാൻ വേണ്ടി ചെറിയൊരു ത്രെഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു മാവിൻ്റെ ബാക്കി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് ഇത് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു കിഴിയുടെ കെട്ടുണ്ടല്ലോ ആ ഒരു സ്റ്റൈലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പത്തിരിയിൽ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാടൊന്നും കുത്തി നിറച്ച് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു 1 അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മതിയാകും. ഈ ഒരു സൈസിലേക്ക് സെൻട്രലായിട്ട് വെച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം. നമ്മൾ ഈ മുകളിലേക്ക് എടുക്കുന്ന ഭാഗത്ത് ഈ മസാല വന്നു കഴിഞ്ഞാൽ അത് ഒട്ടി പിടിച്ച് കിട്ടൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിനെ നമ്മൾ ഒരു വശത്തിൽ നിന്നും ഇതുപോലെ ചുരുക്കി കൊണ്ടുവരിക. ഇങ്ങനെ മുകൾ വശത്തേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചുരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു കിഴിയുടെ സ്റ്റൈൽ കിട്ടും. എന്നിട്ട് നമ്മുടെ ഒരു കൈവെള്ളയിൽ വെച്ചിട്ട് അതിനൊന്ന് താഴെ വശം ഒന്ന് റൗണ്ട് ആക്കിയിട്ട് കൊടുക്കാം. മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടാൻ പാകത്തിന് അവിടെ ഒരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അവിടെ ഒരു പ്ലേസ് കിട്ടും നമുക്ക് ഈ ഒരു ത്രെഡ് വെക്കാൻ വേണ്ടിയിട്ട്. ഇതങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മളിത് ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് അതങ്ങ് വിട്ടുപോരും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കിഴിയായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നല്ല റൗണ്ട് ഷേപ്പ് വരണം താഴെ ഭാഗത്തിട്ടോ. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി നല്ല റൗണ്ട് ആക്കിയിട്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാക്കിയുള്ള പത്തിരി വെച്ചിട്ട് കൂടെ കിഴി തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയമൊന്നും അത് പുറത്ത് അങ്ങനെ വെക്കരുത്. കാരണം ആ പത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് പിന്നെ നമ്മളിതിങ്ങനെ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ എൻഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ഹാർഡായിട്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചെയ്യുക. അതല്ലെങ്കിൽ കുറേശ്ശെ പരത്തിയെടുക്കുക. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഓരോന്ന് പരത്തിയെടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് എടുത്താലും മതി. ഈ ഒരു രീതിയിൽ മുകൾ വശത്തേക്ക് പിടിക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം. അതല്ലെങ്കിൽ ആ ഒരു വശത്തൂടെ ഓയിൽ കയറും കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചുള്ള ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഒന്ന് ചുറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളത് കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കിഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഓയിലിൻ്റെ. കാരണം ഈ ഒരു പത്തിരി കുറച്ച് നമുക്ക് കുക്കായിട്ട് വരണം. ആ ഒരു മൈദയുടെ ആ ഒരു പത്തിരി ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് തന്നെ വരണം. അപ്പോൾ ഒരുപാട് വലിയ തീയിലിട്ടിട്ട് ഓയിൽ നന്നാക്കി ചൂടാക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട. ഒരു മീഡിയം തീയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഓയിൽ തന്നെ ഒരു മീഡിയം ഹീറ്റ് ആവാനേ പാടുള്ളൂ. എന്നതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ആദ്യത്തെ ചിക്കൻ കിഴി നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കിഴിയുടെ സ്റ്റൈലും മുകൾ വശത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു റോസ് ഫ്ലവറിൻ്റെ ഒക്കെ പോലെ തോന്നും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കിഴി എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ മയോണൈസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ വന്നിട്ട് പറയാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.